സ്റ്റാഫ് അംഗങ്ങളുമായി കോൺഫറൻസ് കോളിൽ സംസാരിച്ച ഉമാ തോമസ് എം എൽ എ. കൊച്ചി റിനി മെഡിസിറ്റിയിൽ നിന്ന് ആശ്വാസകരമായ വാർത്ത വരുന്നു. കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ച് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ നിലയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കണമെന്ന് ഉമാ തോമസ് നിർദ്ദേശിച്ചു സ്റ്റാഫിനെ. ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് ഒരാഴ്ചയായി ICUവിലായിരുന്നു. ഇനി ഒരാഴ്ച കൂടി ICUവിൽ തുടരുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അശ്വിൻ പാലാഴി റിനി മെഡിസിറ്റിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. വളരെ ആശ്വാസമായ വാർത്തയാണ് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് രാവിലെ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ എം എൽ എയുടെ മകൻ വിഷ്ണു അകത്ത് സംസാരിക്കാനായി അമ്മയെ കാണാനായി കയറിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തിരികെ ഇറങ്ങാൻ നേരത്ത് ഉമാ തോമസ് എം എൽ എ ആവശ്യപ്പെട്ടത് തൻ്റെ സ്റ്റാഫ് അംഗങ്ങളുമായും ഒപ്പം സോഷ്യൽ മീഡിയ ടീമുമായും സംസാരിക്കണമെന്ന ആവശ്യമാണ്. തുടർന്ന് ഫോണിൽ കോൺഫറൻസ് വഴി ഈ സ്റ്റാഫ് അംഗങ്ങളെ അടക്കം കണക്ട് ചെയ്യുകയായിരുന്നു. അവരുമായി ഏകദേശം 5 മിനിറ്റോളം ഉമാ തോമസ് എം എൽ എ സംസാരിച്ചു. കോർഡിനേറ്റ് എവറിത്തിങ് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആദ്യം നൽകിയത്. പിന്നീട് ഈ 10 ദിവസമായി, ഇന്ന് അപകടം നടന്നിട്ട് 10ാമത്തെ ദിവസമാണ്, 10 ദിവസമായി ക്വാറന്റൈനിൽ കഴിയുന്നതിൻ്റെ നിരാശ എം എൽ എ സ്റ്റാഫ് അംഗങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ശരീരമാസകലം കലശലായ വേദനയുണ്ട് എന്നവരോട് പറഞ്ഞു. ഒപ്പം പിന്നീട് പറഞ്ഞതെല്ലാം ഈ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ അടിയന്തര ആവശ്യഘട്ടത്തിൽ ഏതെങ്കിലും എം എൽ എയുടെ ഇടപെടൽ തന്നെ വേണ്ടി വരികയാണെങ്കിൽ തൻ്റെ മറ്റ് സഹപ്രവർത്തകരായ നിയമസഭാ സാമാജികരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിടവ് നികത്തണം എന്നുള്ള നിർദ്ദേശം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും തടസ്സപ്പെടാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും ഉമാ തോമസ് എം എൽ എ സ്റ്റാഫ് അംഗങ്ങളുമായി നൽകിയിട്ടുള്ളത്. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് MLA സന്ദർശിച്ചിരുന്നു. ഡോക്ടർമാരുമായി ഒരു ആശയവിനിമയം നടത്തി. കുറഞ്ഞത് ഒരാഴ്ച കൂടിയെങ്കിലും ICUവിൽ തന്നെ തുടരണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം മാത്രമാകും കൂടുതൽ പുരോഗതി ഉണ്ടോ, റൂമിലേക്ക് മാറ്റാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു അശ്വിൻ പാലാഴി.